Good morning. Next example for solving recurrence relation using recursion tree method. So recurrence relation is T of n is equal to 2t n by 2 plus c. Okay, so T of n, time taken to complete an algorithm for which if we are given an input of size n. Okay, n input, n size ഉള്ള ഒരു ഇൻപുട്ട് കൊടുത്താൽ ആ അൽഗോരിതം എത്ര സമയം എടുക്കും കംപ്ലീറ്റ് ചെയ്യാൻ, ദാറ്റ് ഇസ് ടി ഓഫ് എൻ. then that is equal to 2t n by 2. then what is t of n by 2? n by 2 size ഉള്ള ഒരു ഇൻപുട്ടാണ് കൊടുക്കുന്നതെങ്കിൽ how much time this algorithm will take to complete, that is t n by 2. so 2t n by 2 2 times, രണ്ട് പ്രാവശ്യം, അതായത് നമ്മൾ n size ഉള്ള ഒരു ഇൻപുട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് രണ്ട് പ്രാവശ്യം അതിൻ്റെ ഹാഫ്, അതായത് ഇപ്പോൾ 10 ആണ് 10 സൈസുള്ള ഒരു ഇൻപുട്ട് കൊടുത്താൽ 5 ഉള്ള രണ്ടെണ്ണം കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കുമോ അത് പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും 10 സൈസുള്ള ഒരു ഇൻപുട്ട് കൊടുത്താൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം. അതാണ് ഈ ടി ഓഫ് എൻ ഇസ് ഈക്വൽ ടു 2t n by 2 plus c എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ദെൻ ഫസ്റ്റ് സ്റ്റെപ്പ് വി നീഡ് ടു കൺസ്ട്രക്ട് ദി റിക്കർഷൻ ട്രീ. സോ if we consider this recurrence relation, it consists of 3 terms, 2 times t n by 2 plus c. So here the constant term is c, so we have to write it as the root node. So c root ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. then അതിൻ്റെ ചൈൽഡ് നോഡ്സ് ആയിട്ട് t of n by 2, t of n by 2. okay, രണ്ട് ചിൽഡ്രൻ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ചൈൽഡ്. okay, then we need to replace t of n by 2 with its expansion. so t of n by 2 ൻ്റെ എക്സ്പാൻഷൻ നമ്മൾ കണ്ടുപിടിക്കണം. സോ നമ്മൾ ഈ തന്നിരിക്കുന്ന ഇക്വേഷനിൽ n-നെ n by 2 വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. സോ t of n by 2 is equal to 2t. n-ന് പകരം n by 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ n by 2 by 2. സോ ഇറ്റ് ബിക്കംസ് n by 4 plus c. ഓക്കെ, സോ നമ്മൾ ഇനി ഈ t of n by 2 എന്ന് പറയുന്ന ഈ ചൈൽഡിനെ നമ്മൾ ഈ എക്സ്പാൻഷൻ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. സോ റീപ്ലേസ് ചെയ്യുമ്പോൾ എപ്പോഴും ഓർക്കുക കോൺസ്റ്റൻറ്റ് വാല്യൂ റൂട്ടായിട്ട് വരണം. സോ സി കോൺസ്റ്റൻറ്റ്, ദെൻ ടി എൻ ബൈ 4, ടി എൻ ബൈ 4. സോ നമ്മൾ ഈ ടി ഓഫ് എൻ ബൈ 2-നെ നമ്മൾ ഈ പോർഷൻ വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. സിമിലർലി റൈറ്റ് ചൈൽഡ് ടി ഓഫ് എൻ ബൈ 2 റീപ്ലേസ് ഇറ്റ് വിത്ത് സി പ്ലസ് 2t n by 4. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടി എൻ ബൈ 4. സോ ഇനി നമ്മളുടെ ലീഫ് നോട്ട്സ് വന്നിരിക്കുന്നത് ടി എൻ ബൈ 4 ആണ്. സോ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ എക്സ്പാൻഷൻ ഓഫ് ടി എൻ ബൈ 4. സോ ടി എൻ ബൈ 4 കാണാനായിട്ട് വി നീഡ് ടു റീപ്ലേസ് n by 4. സോ ടി എൻ ബൈ 4 ഇസ് ഈക്വൽ ടു 2t n by 4 by 2. സോ ഇറ്റ് ബിക്കംസ് n by 8. സോ 2t n by 8 പ്ലസ് c. ഓക്കെ, ഇനി നമ്മൾ ഈ ഓരോ n by 4-നെയും ടി എൻ ബൈ 4-നെയും നമ്മൾ c 2t n by 8 വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. സോ നോക്കുക, c 2t n by 8. നമ്മൾ ഈ 4 ടി എൻ ബൈ 4-നെ വി റീപ്ലേസ് വിത്ത് സി പ്ലസ് 2t n by 8. സോ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. സോ റിപ്പീറ്റ് ചെയ്ത് നമ്മളുടെ ലാസ്റ്റ് ലീഫ് നോട്ട്സ് എന്ന് പറയുന്നത് ടി ഓഫ് 1 ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ വി കൺസ്ട്രക്ട് എ റിക്കർഷൻ ട്രീ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിക്കർഷൻ ട്രീ കൺസ്ട്രക്ട് ചെയ്യാനായിരുന്നു. സോ നമ്മൾ റിക്കർഷൻ ട്രീ കൺസ്ട്രക്ട് ചെയ്തു. ഇനി റിക്കർഷൻ ട്രീ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് വി നീഡ് ടു ആഡ് ദി കോസ്റ്റ് വാല്യൂ അറ്റ് ഈച്ച് ലെവൽ. ഓക്കെ, ഓരോ ലെവലിലും വരുന്ന കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യണം. സോ ഫസ്റ്റ് ലെവലിൽ കോസ്റ്റ് എന്ന് പറയുന്നത് സി, സെക്കൻഡ് ലെവലിലെ കോസ്റ്റ് 2c, തേർഡ് ലെവലിലെ കോസ്റ്റ് 4c, ദെൻ നെക്സ്റ്റ് ലെവലിൽ 8c. സോ ഓരോ ലെവലിൽ കോസ്റ്റ് അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ദെൻ ഇനി നമുക്ക് വേറൊരു കാര്യം നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് n-ൻ്റെ വാല്യൂ. അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക, ടി എൻ ബൈ 8, അതായത് ഫസ്റ്റ് ടി എൻ ബൈ 2 ആയിരുന്നു, ദെൻ ടി എൻ ബൈ 4, ദെൻ ടി എൻ ബൈ 8. ഇത് ഒന്നുകൂടി നമുക്ക് ജനറലൈസ് ചെയ്താൽ ടി എൻ ബൈ 2 റൈസ് ടു 0, എൻ ബൈ 2 റൈസ് ടു 1, എൻ ബൈ 2 റൈസ് ടു 2, ദെൻ ഈ ലെവലിൽ വന്നപ്പോൾ ഇറ്റ് ഈസ് എൻ ബൈ 2 റൈസ് ടു 3, ദെൻ ith ലെവലിൽ വന്നപ്പോൾ ഇറ്റ് ഈസ് എൻ ബൈ 2 റൈസ് ടു ഐ. നോക്കുക, ഈ ലാസ്റ്റ് ലെവലിൽ ടി ഓഫ് 1 ആണ്, അതായത് n ബൈ 2 റൈസ് ടു ഐ. അതായത് നമ്മളുടെ സപ്പോസ് ലാസ്റ്റ് ലെവലായിരുന്നെങ്കിൽ n ബൈ 2 റൈസ് ടു ഐ എന്ന് പറയുന്നതിന് പകരം നമ്മൾ ലാസ്റ്റ് ലെവൽ എന്താ എഴുതിയേക്കുന്നത്, ടി ഓഫ് 1 എന്നാണ് എഴുതിയേക്കുന്നത്. ദാറ്റ് ഈസ് n ബൈ 2 റൈസ് ടു ഐ ഇസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അത് ഓരോ ലെവലിലും ഫസ്റ്റ് ലെവലിൽ റൂട്ടിൽ n ബൈ 2 റൈസ് ടു 0, ദെൻ നെക്സ്റ്റ് ലെവലിൽ 2 റൈസ് ടു 1, 2 റൈസ് ടു 2, n ബൈ 2 റൈസ് ടു 3, എക്സെട്ര n ബൈ 2 റൈസ് ടു ഐ ലാസ്റ്റ് ലെവൽ. സോ n ബൈ 2 റൈസ് ടു ഐ എന്ന് പറയുന്ന ലാസ്റ്റ് ലെവൽ നമുക്ക് തന്നിട്ടുണ്ട്, ഇറ്റ്സ് ഗിവൺ ആസ് ടി ഓഫ് 1 എന്ന്. സോ വി ക്യാൻ ഇക്വേറ്റ് n ബൈ 2 റൈസ് ടു ഐ ഇസ് ഈക്വൽ ടു 1.
Okay, so നമ്മൾ n by 2 raised to I-നെ നമ്മൾ 1 ആയിട്ട് ഇക്വേറ്റ് ചെയ്തു. Then from this we need to find out the value of I. So n by 2 raised to I is equal to 1 എന്ന് പറയുമ്പോൾ we can write it as n is equal to 2 raised to I. Take the logarithm at both sides. So log n is equal to, left hand side it is log n. Log n is equal to, right hand side it is I log 2. Okay, log 2 is 1, so it is equal to I. So log n is equal to I. So value of I is equal to log n. Okay, so നമുക്ക് ഐയുടെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമ്മൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. സോ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്നും കൂടി ശ്രദ്ധിക്കുക. ith ലെവൽ വരെയാണ് നമ്മൾ ഈ ട്രീ എക്സ്പാൻഡ് ചെയ്തേക്കുന്നത്. 0th ലെവൽ മുതൽ ith ലെവൽ വരെയാണ് നമ്മൾ ഈ ട്രീ എക്സ്പാൻഡ് ചെയ്തേക്കുന്നത്. സോ ഈ ith ലെവലിൽ വരുമ്പോൾ ആ ടേം വരുന്നത് n by 2 raised to I എന്നാണ്. സോ അത് 1 ആണെന്ന് നമ്മളിവിടെ തന്നിട്ടുണ്ട്. സോ n by 2 raised to I-നെ നമ്മൾ 1-ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് ഐയുടെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. സോ I is equal to log n. ഇത്രയും വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നൗ വി ആർ ഗോയിങ് ടു സം അപ്പ് ദി കോസ്റ്റ് വാല്യൂ. സോ കോസ്റ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലെവലിൽ C, സെക്കൻഡ് ലെവലിൽ 2C, 4C, 8C. നോക്കാം, C പ്ലസ് 2C, 4C, 8C അപ്പ് ടു നമ്മൾ പറഞ്ഞു ലാസ്റ്റ് ലെവൽ എന്ന് പറയാൻ ith ലെവലാണ്. ith ലെവലിൽ ഇറ്റ് ഈസ് 2 raised to IC. ഓക്കെ, 2 raised to IC. ഫസ്റ്റ് ലെവലിൽ C, then second level 2 raised to 1C, then 2 raised to 2C, 2 raised to 3C, last level വരുമ്പോൾ it is 2 raised to IC. So ഇതിൽ നമ്മൾ C കോമൺ ആയിട്ട് വെളിയിലെടുത്തു. then 1 plus 2 plus 4 plus etc plus 2 raised to I. Actually this is a geometric progression. So geometric progressionൽ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് 1 to 2 raised to I വരെയാണ് എലമെൻറ്റ്സ് വന്നേക്കുന്നത്. ദാറ്റ് ഈസ് 2 raised to 0 മുതൽ 2 raised to I വരെ. സോ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് I plus 1. അതായത് 0 മുതൽ 2 raised to 5, 0 മുതൽ 2 raised to 3 വരെയാണ് വന്നിരിക്കുന്നതെങ്കിൽ ടോട്ടൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും? 4 എലമെൻറ്റ്സ് ഉണ്ടാവും. സോ 2 raised to I വരെയാണെങ്കിൽ ടോട്ടൽ 4 എലമെൻറ്റ്, ടോട്ടൽ I plus 1 എലമെൻറ്റ്സ്. സോ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് I plus 1. ദെൻ ജോമെട്രിക് പ്രോഗ്രഷനാണ് എ എന്ന് പറയുന്നത്. ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ ഒരു ജി പിയുടെ സം ഓഫ് ടേംസിൻ്റെ ഇക്വേഷനാണ് ഈ തന്നിരിക്കുന്നത്. A into R raised to n minus 1 divided by R minus 1. സോ ഇവിടെ എ എന്ന് പറയുന്നത് ഈ ജി പിയുടെ ഫസ്റ്റ് ടേമാണ്. R എന്ന് പറയുന്നത് കോമൺ റേഷ്യോ, ദാറ്റ് ഇസ് 4/2, ദാറ്റ് ഇസ് 2. ഈ ഓരോ എലമെൻറ്റ്സ് തമ്മിലുള്ള നമ്മൾ ഡിവൈഡ് ചെയ്തുമ്പോൾ കിട്ടുന്ന സംഭവം, അതായത് 2, 4 is 4/2, then 4, 8, 8/4. സോ കോമൺ ആയിരിക്കും. കോമൺ വാല്യൂ ഇസ് നോൺ ആസ് R. So here that R is equal to 2. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 into 2 raised to R is 2. n number of terms is I plus 1. 2 raised to I plus 1 minus 1 divided by 2 minus 1 into C. So ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 raised to n minus 1 into C എന്നാണ്. So it is order of n. So we can say that its order is big of n. Okay.